വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട കടുത്ത നിയന്ത്രണങ്ങളുമായി ഡൽഹി സർക്കാർ. നാളെ മുതൽ മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു വാഹനത്തിനും പമ്പുകളിൽ നിന്ന് ഇന്ധനം കിട്ടില്ലെന്ന് ഡൽഹി സർക്കാർ. അതിനിടെ ഡൽഹി വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. മൂടൽമഞ്ഞിനെ തുടർന്ന് വിമാനങ്ങൾ വൈകാനോ പുനഃക്രമീകരിക്കാനോ ക്യാൻസൽ ചെയ്യാനോ ഒക്കെ സാധ്യതയുണ്ടെന്ന് ഇൻഡിഗോ വിമാന കമ്പനി അറിയിച്ചതായും വിനിത വിജയ അറിയിക്കുന്നു. വിനിത നേരിട്ട് നമുക്കൊപ്പം ചേരുകയാണ്. വിനിത, ഗുഡ് മോർണിംഗ്. വിനിത, ഈ ഇൻഡിഗോ വിമാന കമ്പനി ഇന്നലെ കുറേ അധികം ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടല്ലോ. അത് ഇതുമായി ബന്ധപ്പെട്ടായിരുന്നോ അതോ അവരുടെ സ്ഥിരം പ്രശ്നമാണോ? വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഈ മൂടൽമഞ്ഞുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ തന്നെയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്നതും ഒപ്പം തന്നെ ഡൽഹിയിലേക്ക് എത്തേണ്ടിയിരുന്നതുമായിട്ടുള്ള 131 വിമാന സർവീസുകളാണ് ഇന്നലെ റദ്ദാക്കിയതായിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഒപ്പം തന്നെ ഇൻഡിഗോ ഇന്നൊരു അറിയിപ്പ് കൂടി യാത്രക്കാർക്കായി നൽകിയിരിക്കുകയാണ്. ഡൽഹിയിൽ അതിശൈത്യം തുടരുകയാണ്. ഒപ്പം തന്നെ ഈ പുകമഞ്ഞ് വലിയ രീതിയിൽ യാത്രാ സർവീസുകളെയൊക്കെ തന്നെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ചില വിമാന സർവീസുകൾ വൈകുന്നതിനോ ഒപ്പം തന്നെ ഒരു പുനർക്രമീകരണത്തിനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. യാത്രക്കാർ കൃത്യമായി അവരുടെ ഫ്ലൈറ്റ് സ്റ്റാറ്റസുകൾ പരിശോധിക്കുക എന്നൊരു നിർദ്ദേശമാണ് ഇൻഡിഗോ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം വായു മലിനീകരണം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇന്ന് ഈ NCR മേഖലകളിലേക്കടക്കം വായു ഗുണനിലവാര നിരക്ക് അക്യൂറേറ്റിന് 341 മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് വളരെ മോശം നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ മലിനീകരണം നിയന്ത്രിക്കുന്നതിനുള്ള നടപടികളുമായി ഡൽഹി സർക്കാർ അതേസമയം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. നാളെ ഈ മലിനീകരണ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ടുള്ള ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങളെ ഒന്നും തന്നെ ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നതിനൊക്കെ തന്നെ നിയന്ത്രണങ്ങൾ കൂടി ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനമാണ് അവർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിലേക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റുകൾ ഇല്ലാത്ത വാഹനങ്ങൾക്ക് നാളെ മുതൽ ഇന്ധനം നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കൊക്കെ തന്നെ ഇന്നലെ ചേർന്ന യോഗത്തിൽ ഡൽഹി സർക്കാർ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളിലേക്കടക്കം നടത്തുമെന്നും സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്ത് മലിനീകരണം നിയന്ത്രിക്കുന്നതിനുള്ള നടപടികളും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോഴും ഡൽഹി നിവാസികളെ സംബന്ധിച്ചിടത്തോളം, ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് ഈ വായു മലിനീകരണം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത്. അത് കഴിഞ്ഞ ദിവസമുള്ള ചില റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് ഈ പുക വലിക്കുന്ന ഒരാൾക്ക്, അതായത് ഒരാൾ 30 സിഗരറ്റുകൾ വലിക്കുന്നതിനേക്കാൾ അതിശക്തമായിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങളാണ് ഡൽഹിയിൽ ഒരു ദിവസം കഴിയുന്ന ഒരാൾ നേരിടേണ്ടി വരുന്നതെന്ന തരത്തിലുള്ള ചില ആരോഗ്യ സർവേ റിപ്പോർട്ടുകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുമുണ്ട്. ഏതാണെങ്കിലും ഈ ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിക്കവേ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ മാത്രമേ പുറപ്പെടുവിക്കാൻ പാടുള്ളൂ എന്നൊക്കെ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണെങ്കിലും ഇന്ന് ചില പ്രത്യേക നിർദ്ദേശങ്ങൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചനകൾ. SK വിനിത, താങ്ക് യു. ഇനി മാസ്ക് എടുത്തു വെച്ചോളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.